ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 ക്ലാസ് സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെയും പൈപ്പ് ആൻഡ് സിസ്റ്റന്റെയും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. സിമ്പിൾ ടെസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ കോമ്പൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോമ്പൗണ്ട് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സമയമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പെർസെൻറ്റേജ് എന്ന ചാപ്റ്റർ, നമ്മൾ എത്രത്തോളം പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ടോ അത്രയും ഈസി ആയിട്ട് നമുക്ക് കോമ്പൗണ്ട് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കാര്യമാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ ലെവൽ. കാൽക്കുലേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് നമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻ. നിങ്ങളുടെ മൈൻഡിൽ എത്ര പെട്ടെന്ന് നമ്പേഴ്സ്, ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് നമ്പർ കൂട്ടണം, രണ്ട് നമ്പറിന്റെ ഓപ്പറേഷൻസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എത്ര സ്പീഡിൽ, എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യുന്ന ഒരു സ്കില്ല്. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് സെറ്റ് ആവണം, കാൽക്കുലേഷൻ സെറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ പെർസെൻറ്റേജ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ ദിശയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ആ ചാപ്റ്റർ നെയിമും ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും. അപ്പൊ സിമ്പിൾ ടെസ്റ്റ് കോമ്പൗണ്ട് ടെസ്റ്റിന്റെ ബേസിക് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, അത് കണ്ട് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബേസ് മാത്രം വെച്ചിരുന്നാൽ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ക്ലാസ്സിലും ബേസ് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ CGL അച്ചീവേഴ്സ് ബാച്ച്. നിങ്ങൾക്ക് ആ ഒരു CGL 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഏകദേശം ഒരു 8 മാസം മുന്നേ തുടങ്ങിയതാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഏത് ലെവലിൽ നിന്ന് തുടങ്ങി, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, എത്ര ചാപ്റ്ററുകൾ ചെയ്തു, എത്ര ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, അതെല്ലാം മനസ്സിലാവും. അപ്പൊ അത് ആദ്യം മുതൽ കാണുക. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി ചെയ്യണം എന്ന് മാത്രം. ഈ ഒരു ക്ലാസ് മാത്രം കൊണ്ട് സിമ്പിൾ ടെസ്റ്റ് കോമ്പൗണ്ട് ടെസ്റ്റ് ഓക്കെ ആവത്തില്ല. ഒരുപാട് മണിക്കൂറത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കാണ് അതിൽ ഉള്ളത്. ഇന്ന് സിമ്പിൾ ടെസ്റ്റിൽ 5 ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ടെസ്റ്റിലെ 5 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ കൺസെപ്റ്റുകൾ, നമുക്കത് പഠിക്കാം. എക്സാമിന് എങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു CGL പോലത്തുള്ള ഒരു എക്സാം, അതായത് റെയിൽവേ പോലത്തുള്ള എക്സാമിൽ നമ്മൾ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മെത്തേഡാണ്, ഏത് കൺസെപ്റ്റുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാം. ഇത് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫുൾ ഒരു ക്ലാസ്സുകൾ, ഫുൾ ഒരു എക്സാമിനെ പറ്റി CGL വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു കോഴ്സ് എക്സാമിന് വേണ്ടിയും കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. CGL കംപ്ലീറ്റ് ആയിട്ട് ഫൗണ്ടേഷനും ഇതും പ്രോ ലെവലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സുകൾ, നിങ്ങളുടെ ടോപ്പിക്കുകൾ എല്ലാ സബ്ജക്റ്റും സെറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ അത് കണ്ട് ഇത്രയും ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് സെറ്റായിട്ട് പഠിക്കാൻ നോക്കുക. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സ്, ഓഫ്ലൈൻ ആണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ സിമ്പിൾ ടെസ്റ്റ് ഏൺഡ് ഓൺ 2800 at a rate of 10% per annum for 3 years is X. And 1736 is the simple test earned on 6200 at a rate of 14% for Y years. Find the value of X by Y ആ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എക്സിന്റെ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ ലെങ്തി ആയിട്ടും ചെയ്യാം, പേന എടുക്കാതെയും ചെയ്യാം. അപ്പൊ പേന എടുക്കാതെ ചെയ്യാം എന്ന് പറയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും പുതുതായിട്ടുള്ളവർക്ക് ഒരു ഡൗട്ട് വരും, എങ്ങനെയായിരിക്കും പേന എടുക്കാതെ ചെയ്യുന്നത്. ആദ്യം ഞാനിത് പേന എടുക്കാതെ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പറഞ്ഞുതരാം. സിമ്പിൾ ടെസ്റ്റ് ഏൺഡ് ഓൺ 2800. ഇപ്പൊ ക്വസ്റ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് വായിക്കുമ്പോൾ എന്താവും, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നും. 10% വെച്ച് 3 വർഷം. സിമ്പിൾ ടെസ്റ്റ് എത്ര കിട്ടും? ബേസിക് ക്ലാസ്സുകൾ കണ്ടാലേ നമുക്ക് എന്താണ് കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാവത്തും. അതുകൊണ്ട് ബേസിക് ക്ലാസ് കാണും. 10% വെച്ച് 3 വർഷം എന്ന് പറഞ്ഞാൽ 30% ഇൻട്രസ്റ്റ് ഓവറോൾ കിട്ടുന്നത്. 2800 30% എന്ന് പറഞ്ഞാൽ 280 10%. ഇതൊക്കെ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ മൈൻഡ് പോകേണ്ടത്. 280 × 3 28 3 84. അതായത് 840 രൂപയാണ്. എക്സിന്റെ വാല്യൂ 840 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് 840 കിട്ടി. ഇനി അടുത്തത് 1736 സിമ്പിൾ ടെസ്റ്റ് ഏൺഡ് ഓൺ 6200 at a rate of 14% for Y years. 14% ഒരു വർഷത്തെ റേറ്റ് ആണ്. ഞാൻ എഴുതിയും കാണിച്ചു തരാം. 14% ഒരു വർഷത്തെ റേറ്റ് ആണ്. ഇതിന്റെ 14% എത്ര കിട്ടും? 16 ×
62 1%, അതേ ഗുണം 14 കിട്ടും. അല്ലെങ്കിൽ 10% 620 ആണ്, 4% 62 × 4. ഞാനിത് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങളെ പേടിപ്പിക്കുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും, മൈൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുകയാണ്. അപ്പൊ 6062 1%, അതേ ഗുണം 4 248. അതായത് 620 248, 620 820 48, 868. 868 നമുക്ക് ഒരു വർഷം കൊണ്ട് 14% ഇൻട്രസ്റ്റ് എങ്കിൽ കിട്ടുന്നത്. 800 എത്രയായിരുന്നു? 868. ഓക്കെ, 868 ഒരു വർഷം കിട്ടുന്നത്. അങ്ങനെ 1736 ഇൻട്രസ്റ്റ് കിട്ടിയത്. 828 ഗുണം 868 ഗുണം 2 1736. അതായത് ഒരു വർഷം 868 കിട്ടി, അടുത്ത വർഷം 868 കിട്ടി. അങ്ങനെ 2 വർഷം കൊണ്ടാണ് നമുക്ക് 1736 കിട്ടിയത്. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് 2 കിട്ടി. എക്സിന്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയത്? എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 840. 840/2 420. ഓപ്ഷൻ ഡി. ഒരു പേന എടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങൾ എത്രമാത്രം ഈ ക്വസ്റ്റ്യനെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ്. ഇത്രത്തോളം നിങ്ങൾക്ക് പെർസെന്റേജ് അറിയാം. ഇതിന്റെ സ്റ്റെപ്പ് എന്താണ്? എക്സിന്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നീ എഴുതുവാണ്, പേന എടുക്കാതെ എഴുതുവാണ്. ഇത് പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ മെത്തേഡ്സ് ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതും ഒരാൾ എഴുതി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇതിനു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറച്ച് സ്പീഡിൽ പറയുമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് സ്പീഡ് കുറച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ട് പോകാം. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% വെച്ച് 3 വർഷം 30%. ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 280 ആണ്. അതേ ഗുണം 3 840. 840 ആണ് എക്സിന്റെ വാല്യൂ. ഇനി വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6200 ആണ് സം. 14% എന്ന് പറഞ്ഞാൽ എത്ര? 10% 620. 4% എന്ന് പറഞ്ഞാൽ 62 ഗുണം 4 248, 868 എന്ന് വരും. അങ്ങനെ 1736 രൂപയാണ് 2 വർഷം കൊണ്ട് കിട്ടിയത്. അല്ല, ടോട്ടൽ ഇൻട്രസ്റ്റ്. ഒരു വർഷം 868 ആണെങ്കിൽ 1736 കിട്ടാൻ എത്ര വർഷം എടുക്കും? 2 വർഷം എടുക്കും. അപ്പൊ അതാണ് ചോദിച്ചിട്ടുള്ളത്. 2 ഇതിന്റെ വാല്യൂ, നമുക്ക് 420. പക്ഷെ ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സെൽഫ് ചെക്ക് നിങ്ങൾ നടത്തുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യമുണ്ടോ, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ചെയ്യും. A certain amount is lent at X% per annum, simple interest for 3 years. 3 വർഷത്തേക്ക് എന്ത് ചെയ്തു? എടുത്തു. Instead, if the amount was lent at 3x% per annum, simple interest for y more years, then the simple interest would have been 7 times the earlier interest. What is the value of y? y more years, ആ വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് സ്റ്റെപ്പ് മാക്സിമം കുറച്ച് നമുക്ക് ചെയ്യും. അപ്പൊ ഏതോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾ പി ആണെന്ന് വെച്ചു. ആ പിയുടെ X% വെച്ച് 3 വർഷത്തേക്ക്, പി ഇൻറ്റു X% വെച്ച് 3 വർഷത്തേക്ക്, ഇതാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സെയിം സം തന്നെ. ഇഫ് ഏത് എമൗണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആ എമൗണ്ട് 3x% പെർ ആനം. അതായത് ഇവിടെ എന്തായി? പിയുടെ 3x% ആയി, അതുപോലെ 3x% ആയതുപോലെ ഫോർ വൈ മോർ ഇയേഴ്സ്, അതായത് ഇവിടെ എന്തായി? ഇൻറ്റു 3 ഉള്ള സ്ഥലത്ത് എന്തായി? 3 + y ആയി. ഈ സമയത്ത് എന്തായി? then the simple interest would have been 7 times the earlier interest. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മെത്തേഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതൊന്നാണെങ്കിൽ ഇതിന്റെ 7 times 7 ആയി. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, പിയും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടുത്ത ഇതിൽ ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എത്ര സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഇപ്പൊ X% ഇവിടെ പോയി, X% പോയി, 3 പോയി. 1/3 + y വാല്യൂ 1/7 ആണ്. 1/3 + y 1/7 ആണെങ്കിൽ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ 1 ആണ്. 3 + y വാല്യൂ ആണ് 7. y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. ഇതിന്റെ മെത്തേഡാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ എത്ര വേഗത്തിൽ ചെയ്യണം എന്ന് ഡിറ്റർമിൻ ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരുവാണ്. ഞാൻ എങ്ങനെ പേന എടുക്കുക ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം സ്റ്റെപ്പ് ഫോർ ചെയ്യും. എത്ര ഒരു എമൗണ്ട് ഉണ്ട്? X% 3 years ആണ്. ഇൻസ്റ്റെഡ് ഇഫ് ദ എമൗണ്ട് 3x% y more years ആണെങ്കിൽ 7 times earlier interest, what is value of y വേണം. അപ്പൊ നമുക്ക് p സെയിം ആണ്. X% അവിടെ ഉണ്ട്, 3 years. അപ്പൊ 3 എഴുതണം. ഡിവൈഡ് ബൈ 3x ന്റെ എക്സും 3 കൂടെ പോയി, ആ 3 പോയി 1. ഇതൊക്കെ മൈൻഡിലാണ് ചെയ്യേണ്ടത്. y more years 3 + y. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് എന്നിട്ട് 1/7, ഇതിന്റെ വാല്യൂ 4 കിട്ടി. ഇത്രയും മാത്രം എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സമയം കുറച്ചും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ. അർച്ചന took a loan of 78,000 from a bank on 24 January 2012 at 3/4% per annum, simple interest, and paid it back on 18 June 2012. Find the total amount paid by Archana. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാങ്ങിയ പ്രിൻസിപ്പളും അതിന്റെ കൂടെ ഉള്ള ഇൻട്രസ്റ്റ് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
അപ്രോക്സിമേറ്റ് ആൻസർ ആണ് വേണ്ടത്. ഇപ്പൊ 78,000 രൂപ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, അത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വഴി പറഞ്ഞു. 24 ജനുവരിയാണ് വാങ്ങിയത്, എന്നാ കൊടുത്തത് 18 ജൂണിനാണ് കൊടുത്തത്. അപ്പൊ ഇത് എത്ര നാളത്തേക്കാണെന്ന് നോക്കണം. 24 ജനുവരി കഴിഞ്ഞ് 31 ജനുവരി വരെ 7 ദിവസം, ഫെബ്രുവരി 2012 ലീപ് ഇയർ ആയതുകൊണ്ട് 29 ദിവസം, മാർച്ചിൽ 31 ദിവസം, ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ ആ 18 ദിവസം. എത്ര കിട്ടും കൂട്ടുമ്പോ? 36, 67, 97, 128, 18, 140. അതായത് 146 ഡേയ്സ് കാൽക്കുലേഷൻ ഡെയിലി മാത്സ് ആൻഡ് എക്സസൈസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. 146 ദിവസമാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ 146 ദിവസം, ഇപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമലി 365 ദിവസമാണ് നമ്മുടെ ഒരു ഇയറിന് ഉള്ളതായിട്ട് ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നത്. ഇവിടെ ലീപ് ഇയർ ആയതുകൊണ്ട് 366 ദിവസമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റഡ് ആയതുകൊണ്ട് ഓപ്ഷൻസ് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് 365 ഡേയ്സ് എടുക്കാം. അതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. 365 എന്ന് പറഞ്ഞാൽ 73 ഗുണം 5 ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പേന എടുക്കുക ചെയ്യുന്ന വേഗത്തിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. 365 എന്ന് പറഞ്ഞാൽ 73 ഗുണം 5 ആണ്. അപ്പൊ 73 ഗുണം 3 71, 73, 73 ഗുണം 2 146. അപ്പൊ മനസ്സിലായോ 146 എങ്ങനെ വന്നേന്ന്? 73 ഗുണം 2. അപ്പൊ 73 ഗുണം 3 219 ആണ്. ഇതൊക്കെ നിങ്ങൾ 146 ഡേയ്സ് എന്നോ 219 ഡേയ്സ് എന്നോ 73 ഡേയ്സ് എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻഡസ്ട്രി കേസിലോ കോമ്പൗണ്ട് ഇൻഡസ്ട്രി കേസിലോ 73 ഗുണം 4 എന്ന് പറഞ്ഞാൽ 280, 292 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 73 ഡേയ്സിനെ നമുക്ക് 1/5 ഇയർ എന്ന് പറയാം. 1/5 ഇയർ എന്ന് പറയാം. ഡേയ്സ് ആക്കാൻ വേണ്ടി ഇൻറ്റു 365 ചെയ്താൽ 365/5 73 ഡേയ്സ് കിട്ടും. 146 നമുക്ക് എന്ത് പറയാം? 2/5 ഇയർ എന്ന് പറയും. അതായത് 365 ഇയറിനെ ഡേയ്സ് ആക്കാൻ 365 കുടിക്കണം. അപ്പോൾ 2/5 ഇയർ ആണ് 146 ഡേയ്സ്. പിന്നെ നമുക്ക് 3/5 ഇയർ എന്ന് പറയും. അല്ലെങ്കിൽ 219 ഒരു ദിവസത്തെ വർഷമാക്കാൻ വേണ്ടി 365 ചെയ്യാം. അപ്പൊ നമുക്ക് 3/5 എന്ന് കിട്ടും. ഇനി 292 നമുക്ക് എന്ത് പറയാം? 4/5 ഇയർ എന്ന് പറയും. ഓക്കെ, ഇയറിന്റെ ഇത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവന്മാരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 146 ഡേയ്സ് ആണ്. 146 ഡേയ്സിനെ എനിക്ക് സിമ്പിൾ ആയിട്ട് 2/5 ഇയർ എന്ന് എഴുതാം. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ ബേസ് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എത്ര രൂപയുള്ളത്? 78,000 രൂപയാണുള്ളത്. എത്ര റേറ്റ്? 8.3/4%. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ 8 4 32, 35/4%. 4%ന്റെ 2 പൂജ്യം വരും. എഴുതണ്ടല്ലോ, പെർസെന്റേജിന് 2 പൂജ്യം വരും. ആ 2 ഇവിടെ വെട്ടിപ്പോവും. ഇൻറ്റു എത്രയാണ്? 3/5 അല്ല, 3/5 അല്ലല്ലോ, 146. 2/5 വരെ അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് നമ്മൾ 146 366 എടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പൊ 366 എടുത്താൽ 146/366 ഏകദേശം നമുക്ക് 2/5 വരത്തേ ഉള്ളൂ. 165 ആണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, നമുക്ക് 2/5 എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ ഇതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് എമൗണ്ട് അത് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ 2 കിട്ടി. ഈ 2 വെച്ച് കിട്ടുമ്പോൾ 390, പിന്നെ ഒരു 5 വെച്ച് കിട്ടുമ്പോൾ ഇത് 7 കിട്ടും. 390 ഗുണം 7 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0, 3, 6, 21, 27, 2700 സംതിങ്, 2730 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 78,000ന്റെ കൂടെ 2730, ഇത് 80,700 സംതിങ്, 730 അല്ലെങ്കിൽ 720 അടുത്ത് വരുന്നൊരു റേഞ്ച്. 80,723 വരുന്ന ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ ഉണ്ട്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കും. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ CGL-ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇനി ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ 146 പകരം 219 ഡേയ്സ് ആയിരിക്കും വരുന്നത് കൂട്ടി വരുമ്പോൾ. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ എക്സാമിന് പോയി ചെയ്യുന്നത്? ഇത്രയും സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്യും? അതിന്റെ ആവശ്യമില്ല. ഒരു വട്ടം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ലോൺ ഇത്ര എടുത്തു, ഇത്രയും മുതൽ ഇത്രയും വരെ ആണ്, ഇത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ടോട്ടൽ എമൗണ്ട് ആണ് വേണ്ടത്. ദിവസം നോക്കണം. 7 ദിവസം ജനുവരി 7, ബാക്കി 29, 36, പിന്നെ അതൊന്ന് കൂട്ടി നോക്കിയത് 36, മാർച്ചിന് 31, 67, അങ്ങനെ പിന്നെ 30, 97, അങ്ങനെ നിങ്ങൾ കൂട്ടി നോക്കണം. 36 വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 7 ഇങ്ങനെ പറ്റുന്നത് വെച്ച് എഴുതിപ്പോ 7, 29, 36 അങ്ങനെ എഴുതാം. മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ 31, 30, 61, പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, മെയ്യും ജൂണും 31, 30, അതും 61 വരും. പിന്നെ ജൂലൈ 18 ദിവസം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് കൂട്ടുമ്പോൾ നമുക്ക് നമ്മൾ 145 വന്നാലും കുഴപ്പമില്ല, 146 ആയാലും 145 ആയാലും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അങ്ങനെ എടുക്കും കേട്ടോ. ഓക്കെ, 146 വരും. ഇത് 146 കിട്ടി. 146 2/5 ആണ് ഡയറക്റ്റ് എടുക്കാം.
78 കുറെ 0 3 0 2% അത് പോകും. പിന്നെ 83/4 35/4 എഴുതാം ഇൻറ്റു പിന്നെന്താണ് നമ്മുടെ മൾട്ടിപ്പിൾ ഒന്നും നോക്കരുത് കേട്ടോ. ഇവിടെ 144 നമുക്ക് 2/5 എഴുതാം. വേഗം ഇത് വെട്ടി 2 1 39 0 പിന്നെ 7 1 39 ഗുണം 7 എത്രയാണ് വരുന്നത്? 390 ഗുണം 7 ഏകദേശം 2000 സംതിങ് വരും. ഇപ്പൊ 2000 സംതിങ് കൂടുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3000 കൂടത്തിൽ പവർ റേഞ്ചിലുള്ള ആൻസർ നമുക്ക് കൊടുക്കും. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിക്കി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പഠിച്ചിട്ട് പോയാലും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ടൈം നിങ്ങൾ അതിനെ വളരെയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എവിടെ നിന്ന് പഠിക്കുന്നവരോ ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ടൈം സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു കാര്യം അറിയാമെന്ന് പറയുന്നതും ഒരു കാര്യം അവിടെ പോയി എക്സാമിന് പോയി ചെയ്ത് കാണിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് പഠിക്കുമ്പോൾ ആ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ ആലോചിച്ച് നോക്കി, എല്ലാ ക്വസ്റ്റിനും നമ്മളിങ്ങനെ ഒരു അപ്രോച്ച് വഴി പഠിക്കുവാണെങ്കിൽ, ആദ്യം മുതലേ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് എത്താൻ വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ നമ്മൾ ആദ്യം കുറെ ബേസിക് ആയിട്ട് എക്സും വൈ ഇട്ട് പഠിച്ചു. എല്ലാവരും ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യും? ടൈം ആൻഡ് വർക്കും കാര്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും എക്സും വൈ ഒക്കെ ഇട്ട് ഇക്വേഷൻ ഒക്കെ പഠിച്ച് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസും എല്ലാം. എന്നിട്ട് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ മാറ്റാൻ ശ്രമിക്കും. പിന്നെ ആരുടെ ഹെൽപ്പ് കാണത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് എന്ത് ചെയ്യണം? മാറ്റിക്കണം. പിന്നെ വേറെ എവിടെന്നെങ്കിലും കുറെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ എക്സും വൈയും പിന്നെ ഈസി ഷോർട്ട് കട്ട് അതെല്ലാം എന്ത് ചെയ്യും? എല്ലാം കൂടെ മിക്സ് ആയിപ്പോ എക്സ് ഇട്ട് ചെയ്യണോ ഷോർട്ട് കട്ട് ഇട്ട് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ എന്തുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത്? ബേസ് ഇല്ലാത്തതുകൊണ്ട്, ബേസ് സെറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ബേസ് എന്ന് പറഞ്ഞാൽ എക്സും വൈ ഇടുന്ന അല്ല ബേസ് എന്ന് പറയുന്നത്. ഒരു മാത്സിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എക്സും വൈ ഇട്ട് നിങ്ങൾ പഠിക്കുന്ന അല്ല ബേസ് എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. എക്സിറ്റ് ചെയ്യുന്നതും കൺസെപ്റ്റ് ആണ്, നമ്മൾ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നതും. അല്ലെങ്കിൽ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസ് തന്നെയാണ്, ബേസ് കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ അത് പഠിക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? പഠിക്കാം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ കാണാം. സിജിഎല്ലിലെ ക്വസ്റ്റ്യൻസ് എത്ര ഹാർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പേനെടുക്കാതെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്ത് സെറ്റാണ്. അങ്ങനത്തെ ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതിൽ നിന്ന് മാത്സിന്റെ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. ഫൗണ്ടേഷൻ ആയാലും സിജിഎൽ ബാച്ച് ആയാലും പ്രോ ലെവൽ ആയാലും എല്ലാം. ഓക്കെ, യെസ്. അടുത്ത, എ മാൻ ഇൻവെസ്റ്റ് എ ടോട്ടൽ സം ഓഫ് ഇത്രയും രൂപ എന്നെ കമ്പനി 10,000 രൂപയാണ് കിട്ടും. എ പാർട്ട് ഓഫ് ദ സം വാസ് ഇൻവെസ്റ്റഡ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം, റിമൈനിങ് പാർട്ട് 15% ഇൻട്രസ്റ്റ് പെർ ആനം. ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ടു ഹിം ഇൻ 2 years ഇത്രയാണെങ്കിൽ ദ സം ഇൻവെസ്റ്റഡ് അറ്റ് 15% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അലിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താണ് അലിഗേഷൻ, എന്താണ് അതിന്റെ മെത്തേഡ്, മിക്സർ എന്താണ് എന്നറിയാത്തവർക്ക് സിജിഎല്ലിന്റെ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. അലിഗേഷൻ, മിക്സർ അലിഗേഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. സിജിഎല്ലിന് വേണ്ടി ചെയ്ത 3 ക്ലാസ്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 സിജിഎല്ലിന്റെ ക്ലാസ്. അപ്പൊ ഈ അലിഗേഷന്റെ 3 ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് നിങ്ങൾ ഉണ്ടാതെ ഇരുന്ന് കാണുക, നോട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരിടത്തും ഡൗട്ട് വരത്തില്ല. മിക്സർ എന്ന് പറയുന്ന സാധനം ഒരിടത്തും ഡൗട്ട് വരത്തില്ല. ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റും. അത് കണ്ടാൽ മാത്രമേ ഈ പറയുന്ന മെത്തേഡ് മനസ്സിലാവുള്ളൂ. ഓക്കെ, 10,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ഇടുന്നത്. എ പാർട്ട് ഓഫ് ദ സം. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുന്നത്? ഒരുപാട് പേര് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്, സ്പീഡാണെന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഒരിക്കലും എക്സും വൈ ഇട്ട് പഠിപ്പിച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സും വൈ ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പിന്നെയും പറയണം എന്ന് പറഞ്ഞാൽ, ഇതിലേക്കായി സിമ്പിൾ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഇല്ല ഇതിനും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഒരു ലെവലിൽ പിന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ സമയം എടുക്കും. അതുകൊണ്ട് ആദ്യമേ നല്ല മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതും മനസ്സിലാവും. എക്സും വൈയും പഠിച്ചാലേ കാര്യം മനസ്സിലാവും എന്നല്ല, അതും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലെവലിൽ പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ 10,000 രൂപ. ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അലിഗേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 10,000 രൂപയും ഞാൻ 10% ഇൻട്രസ്റ്റ് ആണ് ഇട്ട് എന്ന് വിചാരിക്കും. ഫസ്റ്റ് പാർട്ട്. ഇപ്പൊ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും ടോട്ടല്? ഈ 10,000ന്റെ 10%, 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയാണ്. ഇനി അതല്ല, ഞാൻ ഈ 10,000 രൂപയും 15%-ത്തിനാണ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടിയാണേ? ഇതിന്റെ 15%, 10% 1000, 5% 500, 1,500 രൂപ കിട്ടിയാണ്. പക്ഷേ ഇൻ എഫക്റ്റിൽ എത്ര കിട്ടിയത്? അതാണ് നമ്മൾ നടുക്കെഴുതുന്നത്. 2 വർഷത്തെയാണ്. 2 വർഷത്തെയാണ് 2,400. ഇത് പെർ ആനമാണ്, ഇതും പെർ ആനമാണ്. ഒരു വർഷം 1000, ഒരു വർഷം 1,500. ഇവിടെ ഒരു വർഷത്തെ കേസാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഒരു വർഷത്തെ കേസായിരിക്കണം എഴുതുമ്പോൾ. ഇവിടെ എന്താണ്? ഒരു വർഷത്തെ 2,400 ആണ്. 2 വർഷത്തെ ഒരു വർഷം എന്ത് കിട്ടും? 1,200. ഇനി നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. ഏതിന്റെയൊക്കെ റേഷ്യോ? ഇവിടെ നമുക്ക് 300 ഡിഫറൻസ്, ഇവിടെ 200. എഴുതേണ്ട ആവശ്യമില്ല, 2 പൂജ്യം കളഞ്ഞു. 3:2 എന്ന് കിട്ടും. 3:2 എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളുടെ അലിഗേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റേറ്റ് പെർസെന്റേജിലാണ് അലിഗേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡിനോമിനേറ്ററിലുള്ള വാല്യൂ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത് 3:2. അതായത് ഫസ്റ്റ് സ്കീമിൽ 3 യൂണിറ്റ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്കീമിൽ 2 യൂണിറ്റ് ആണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 3 2 5 യൂണിറ്റ് ആണ് നിക്ഷേപിച്ചത്. ആ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 10,000. 5 യൂണിറ്റ് 10,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 2,000 രൂപയാണ്. ചോദിച്ചേക്കുന്നത് സം ഇൻവെസ്റ്റഡ് അറ്റ് 15% സിമ്പിൾ ഇൻഡെക്സ് ആണ്. അതായത് രണ്ടാമത്തെ പാർട്ട് അല്ലേ? രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 2,000 ആണെങ്കിൽ 2 യൂണിറ്റ് 4,000 രൂപ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കും. ഇനി എങ്ങനെയായിരിക്കും ഇത് പഠിച്ച് ഒരു വട്ടം ചെയ്ത ആൾക്കാർ ഇത് ചെയ്യേണ്ടത്? പഠിച്ച് മനസ്സിലാക്കിയവർ എങ്ങനെയായിരിക്കും സ്വന്തം മെത്തേഡ് ചെയ്യേണ്ടത്? 10,000 രൂപ നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രേ വായിക്കത്തുള്ളൂ. നിങ്ങൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ ചേഞ്ച് നിങ്ങൾ നോക്കും. ടോട്ടൽ സം ഇത്രയാണ്, പാർട്ട് ഓഫ് സം നിങ്ങൾ ഇങ്ങനെ വായിക്കും, പക്ഷെ അത് അത്ര പ്രാക്ടീസ് വേണം. 10% 15%, ടോട്ടൽ ഇൻട്രസ്റ്റ് ഇത്രയാണെങ്കിൽ 15% വേണം. 10% 1000 കിട്ടും, മറ്റേത് 1500 കിട്ടും, മറ്റേത് 1200 കിട്ടും. റേഷ്യോ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത്ര സ്പീഡിൽ 300, 2 പൂജ്യങ്ങളും 3:2, 5ന്റെ വാല്യൂ 10,000, നമുക്ക് 2ന്റെ വാല്യൂ 4,000 കഴിഞ്ഞു. പക്ഷെ ഇത്രയും സ്പീഡിൽ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഇതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരിക്കലും ആദ്യമേ കയറി നിങ്ങൾ വിഷമിക്കണ്ട. ഒരു കുറച്ച് പേര് നല്ല സ്പീഡിൽ ചെയ്യുന്നു, എനിക്ക് അത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ആ സ്പീഡിൽ ചെയ്യുന്നവര് ഒരു സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചവര് തന്നെയാണ്. അവർ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് വന്നതുകൊണ്ടാണ് അവർക്ക് ആ സ്പീഡ് കിട്ടിയത്. നിങ്ങൾക്കും കിട്ടും. അതിനുവേണ്ടി ട്രൈ ചെയ്ത് സെറ്റ് ആക്കാം. അടുത്ത സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരാള് 23,000 രൂപ ബിക്ക് 3 വർഷത്തേക്ക് കൊടുത്തു, 19,000 സിക്ക് 4 വർഷത്തേക്ക് കൊടുത്തു. സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിസീവ്ഡ് ഇത്രയും ഇൻ ഓൾ ഫ്രം ബോത്ത് ഓഫ് ദം ആസ് ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് ആനുവൽ റേറ്റ്? ഒരു മിനിറ്റ്. അപ്പോ 23,000 രൂപ ബിക്ക് കൊടുത്തു 3 വർഷത്തേക്ക്, 19,000 രൂപയ്ക്ക് സിക്ക് കൊടുത്തു 4 വർഷത്തേക്ക്. സെയിം റേറ്റ് ആണ്, ഇത്രയും രൂപയാണ് കിട്ടിയത്. വാട്ട് ഈസ് ആനുവൽ റേറ്റ് പെർസെന്റേജ്? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് എഴുതേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ വഴി ചെയ്യണം. ഓപ്ഷൻ വഴി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ തന്നെ യെസ്, ഇതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ ആയിരിക്കും. യെസ്, യെസ്. അപ്പൊ ഇതിന്റെ നോക്ക് 3,625 കിട്ടിയത്. ഞാൻ 1% ആണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചു. 1%, ഇതിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര? 230. 230 ഗുണം 3 വർഷത്തേക്ക് 690 കിട്ടും. ഇവിടെ 1% ആണെങ്കിൽ എത്ര? 190. 190 ഗുണം 4 എത്ര? 760. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50. 1,450. 1% ആയിരുന്നു നമുക്ക് കിട്ടുന്നെങ്കിൽ. പക്ഷെ നമുക്ക് എന്താ കിട്ടിയേ? അതിന്റെ ഇരട്ടി. അതിന്റെ 3 ഇരട്ടി വരത്തില്ല. കണ്ടോ? 1,450 വരേണ്ടത് 3,625 വന്നേക്കുന്നത്. അടുത്തൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതിന്റെ ഏകദേശം 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 4,200. ഇത്രയും പോയിട്ടില്ല. 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2,900. 2,900 കൂടുതലുമാണ്, 4,200 കുറവുമാണ്. നമ്മുടെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 1% ആയിരുന്നെങ്കിൽ ഇത്രയായിരുന്നു വന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ 2%-നും 3%-നും ഇടയ്ക്കായിരിക്കും. നിങ്ങളുടെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ സി ഉള്ളൂ. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് 6 ചെയ്യണം എന്നുണ്ടെങ്കിൽ റേറ്റ് പെർസെന്റേജ് 6% ആണെന്ന് വെച്ചു. ഫസ്റ്റ് ഇതിന്റെ 3% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. 3 വർഷം, 1 വർഷം 6% ആണെങ്കിൽ 3 വർഷം 3% ആണ് കിട്ടുന്നത്. 230 23,000ന്റെ 3% ആണ് വേണ്ടുന്നത്. ഇതൊക്കെ പെർസെന്റേജ് അറിയാവുന്നവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വെറുതെ ഇതിനകത്ത് ഇക്വേഷൻ എഴുതുന്നില്ല. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സുകളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെ വില കിട്ടും. എഴുതി പഠിക്കുന്ന ഇങ്ങനെ എഴുതുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. 1% അറിയാം 230 ആണ്. ശതമാനം കണ്ടുപിടിക്കുന്നതൊക്കെ പെർസെന്റേജിന്റെ ക്ലാസ്സിൽ പറഞ്ഞു. 1% 230 ആണെങ്കിൽ 3% എന്ന് പറഞ്ഞാൽ 230 × 3 ആണ് 696. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ്. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതായിരിക്കണം എഴുതുന്നത്. പ്ലസ് ഇതിന്റെ 1% 190. ഇവിടെ എന്ത് കിട്ടും? 4 വർഷത്തേക്ക് 1 വർഷം 6% ആണെങ്കിൽ 4% കിട്ടും. 1% 1% 190 ആണെങ്കിൽ 4% 190 × 4 ആണ്. അതായത്
60 6. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 3625 എന്ന് പറയുന്നത്. അപ്പോ 760 690 1390 60 1450. 1450 6ന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 3625. 6ന്റെ വാല്യൂ 3625 ഡിവൈഡഡ് ബൈ 1450. അതായത് 2 സംതിങ്. 2 എന്ന് പറഞ്ഞാല് 1450 കൊണ്ട് 2900. 2 സംതിങ് ഓപ്ഷനിൽ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി. അപ്പൊ കാൽക്കുലേഷൻ ഇത്രയും ചെയ്താൽ മതി. വെറുതെ 3625 കുറച്ചൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. 3625 ഡിവൈഡഡ് ബൈ 2900 അല്ല 1450. 2 വട്ടം പോവും 2900. ബാക്കി എഴുതേണ്ട ആവശ്യമുണ്ടോ? 725 വരും. 725 ബൈ 1950 2.5. ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞാണ്. വേസ്റ്റ് ഓഫ് ടൈം ആവുന്ന എപ്പോഴാണ്? നിങ്ങൾക്ക് കാൽക്കുലേഷൻ സെറ്റ് ആയാൽ മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഡെയിലി എഴുതേണ്ട സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് നമ്മളുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടും ചെയ്യാം. ഇത് എഴുതി എന്ത് ചെയ്യാം പെൻ ഫ്രീ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാമിന് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റും. അടുത്ത നമുക്ക് കോമ്പൗണ്ട് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വേണം. സിമ്പിൾ ടെസ്റ്റിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് പഠിക്കും. കോമ്പൗണ്ട് ടെസ്റ്റിന്റെയും സിമ്പിൾ ടെസ്റ്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സാമിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് കോമ്പൗണ്ട് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ, ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. The compound test on 10,000 at 20% per annum is ഇത്രയാണ്. If compounded half yearly, for how many years was the principal invested? ഇതൊരു കാര്യം അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ ഡി കണ്ണുടച്ച് എന്ത് ചെയ്യും, കണ്ണുടച്ച് വേണ്ട, ഈസി ആയിട്ട് മാർക്ക് ചെയ്യും. പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ എന്ത് കാര്യമാണ് ഇവിടെ അറിയാനുള്ളത്? 10,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ എന്ത് കാര്യമാണ് ഇവിടെ അറിയാനുള്ളതെന്ന് പറയട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ 20% പെർ ആനുമാണ്. ഈ 46.41 എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോമ്പൗണ്ട് ടെസ്റ്റിന്റെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. 10% കോമ്പൗണ്ട് ടെസ്റ്റില് ഫസ്റ്റ് ഇയറിൽ 10% ആയിരിക്കും ഇൻട്രസ്റ്റ്. 2 വർഷം 21% ആയിരിക്കും നമുക്ക് കോമ്പൗണ്ട് ടെസ്റ്റിൽ 10% നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ 2 വർഷം കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് 21% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. 3 വർഷം കൊണ്ട് 33.1% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. 4 വർഷം കൊണ്ട് 46.41% ഓഫ് ഇനിഷ്യൽ പ്രിൻസിപ്പൽ ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആ 46.41 ആണ് ഇവിടെ കിടക്കുന്നത് 46.41. 10,000ന്റെ 46.41 എന്ന് പറഞ്ഞാൽ 41 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 46.41% അല്ലെ? 41%. 10,000 41/10,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 46.41 തന്നെ കിട്ടും. അതായത് ഈ 46.41 എന്ന് പറയുന്നത് നമ്മളുടെ ഈ 10,000ന്റെ 46.41%. അത്രയും വരെ മനസ്സിലായി. ഇനി 20% പെർ ആനുമാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ 10 വന്ന എവിടെ നിന്നാണ് മനസ്സിലായോ? ഹാഫ് ഇയർലി ആണ്. അതായത് ഇത് 20% പെർ ആനുമാണ്, ഒരു വർഷത്തെ റേറ്റ് ആണ്. ഹാഫ് ഇയർ ആകുമ്പോൾ എന്താവും? അതിന്റെ പകുതിയാവും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ 10% പെർ ഹാഫ് ഇയർ ആണ്. ഹാഫ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ ഹൗ മെനി ഇയേഴ്സ് വാസ് ദ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റഡ്? അപ്പൊ 10% നമ്മളുടെ ഒരു ഹാഫ് ഇയറിലെ ഇൻട്രസ്റ്റ്. നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ കേസിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ എത്ര സൈക്കിൾ വേണ്ടി വരും ഈ 46.41% എത്താൻ വേണ്ടി? 10ന്റെ 4 സൈക്കിൾ വേണ്ടി വരും. 4 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാഫ് ഇയർ ആണ്. അങ്ങനെ എത്ര ഹാഫ് ഇയർ വേണ്ടി വരും ഈ 46.41 എത്താൻ? അതായത് 10 + 10 ഇങ്ങനെ 4 10കൾ സക്സസീവ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് 46.41 വരുന്നത്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര ഹാഫ് ഇയർ വേണ്ടി വരും? 4 ഹാഫ് ഇയർ വേണ്ടി വരും. 4 ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 24 മാസം അല്ല 24 മാസം 6 × 4 24 മാസം, അതായത് 2 വർഷം. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലാസ് നോട്ട്, ഈ ക്ലാസിന്റെ ക്ലാസ് നോട്ട് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ, നിങ്ങളുടെ ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക.
ആ ക്ലാസ്സിനോട്ട് അവിടെ നിന്നെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിപുലും മനീഷും ഇത്രയും രൂപ 15,000 20,000 ഇൻവെസ്റ്റ് ചെയ്തു. 20% ആണ് ആദ്യത്തെ ആൾ ചെയ്തത്, 30% ആണ് രണ്ടാമത്തെ ആൾ ചെയ്ത കോമ്പൗണ്ടേഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് ആനുവലി, ഓരോ വർഷമാണ് എന്ത് ചെയ്യുന്നത് കോമ്പൗണ്ടേഴ്സ് കണക്കാക്കുന്നത്. ഇഫ് ദ ടൈം പീരീഡ് ഈസ് 3 years ഫോർ ബോത്ത്, രണ്ടുപേരും 3 വർഷത്തേക്കാണ്, വാട്ട് വിൽ ബി ദ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ വിപുൽ ആൻഡ് മനീഷ്? രണ്ടുപേരുടെയും ടോട്ടൽ ആയിട്ട് ഉള്ള കോമ്പൗണ്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കൊരു പാസ്കൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെത്തേഡ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. കാര്യം ആ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് കോമ്പൗണ്ടേഴ്സിന്റെ നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പാസ്കൽ മെത്തേഡ് ഞാൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കോമ്പൗണ്ട് ടെസ്റ്റ് ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്യുക, മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ അതിൽ കോമ്പൗണ്ട് ടെസ്റ്റിന്റെ മാത്രം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വീഡിയോസ് വരും. ആ 2 വീഡിയോസിൽ രണ്ടാമത്തെ വീഡിയോയിലാണ് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാസ്കൽ മെത്തേഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാസ്കൽ മെത്തേഡ് നിങ്ങൾ അത് കാണുക, അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ ആൾ നിങ്ങൾക്ക് 2 വഴി ചെയ്യാം. ഞാൻ ആദ്യത്തെ വഴി, ഞാനിപ്പം എക്സാമിന് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ആൾക്ക് കിട്ടിയത് ഇതിന്റെ 20% വെച്ച് 3 വർഷത്തേക്ക്, 20% 3 വർഷത്തേക്ക് 1.2 into 3 എത്രയാണ് 12 ക്യൂബ് 1728 72.8% ആണ്. ഓക്കെ, ഇതിന്റെ 72.8 ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കിട്ടിയെന്ന് കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ 72.8, ഇത് 72 എന്ന് പറയുമ്പോൾ 70%, 17 105 105 00 പിന്നെ 72.8 കണ്ടോ, കാൽക്കുലേഷൻ കിട്ടും. 20% വെച്ച് 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്, എഫക്റ്റീവ് ആണ് പറയുന്നത്. അത് നല്ല കാൽക്കുലേഷൻ ആയിപ്പോകും, നമുക്ക് ഒരുപാട് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പാസ്കൽ മെത്തേഡ്. നിങ്ങൾ ഇതിന്റെ സ്വന്തമായിട്ടുള്ള മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 വർഷത്തെ എന്ത് വേണം? ഇൻട്രസ്റ്റ് വേണം. അപ്പൊ പാസ്കൽ മെത്തേഡ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 3 വർഷം, 1 വർഷമാണെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ 1 1 1 1 2 1 1 3 3 1 അതൊക്കെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വർഷത്തെ, സെക്കൻഡ് വർഷത്തെ മാത്രം കോമ്പൗണ്ടേഴ്സ്, 3ാമത്തെ വർഷത്തെ മാത്രം കോമ്പൗണ്ടേഴ്സ് മൊത്തം, 4ാമത്തെ വർഷത്തെ മാത്രം കോമ്പൗണ്ടേഴ്സ്, അങ്ങനെ പോകും. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കോമ്പൗണ്ട് ടെസ്റ്റ്. ഇതെല്ലാം ഒരേ യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റും ഈ ഒരു യൂണിറ്റും ഈ ഒരു യൂണിറ്റും ഈ ഒരു യൂണിറ്റും എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾ? അതിന്റെ റേറ്റ് പെർസെന്റേജ് ആദ്യം ചെയ്യുന്നതാണ് ഇവിടെ വരുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണോ അതിന്റെ 6% ചെയ്യുന്നതാണ് ഇവിടുത്തെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള വാല്യൂ. അതായത് 1 ഇൻറ്റു ആ സെയിം വാല്യൂ, 2 ഇൻറ്റു ആ സെയിം വാല്യൂ, 3 ഇൻറ്റു ആ സെയിം വാല്യൂ. എന്താണോ ഇവിടെ കിട്ടുന്ന ആ വാല്യൂ അതിന്റെ 6% കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ എല്ലാം ഉള്ളത്. എന്താണോ ഇവിടെ കിട്ടുന്ന വാല്യൂ, അതായത് ഇവിടുത്തെ ഒരു യൂണിറ്റ് 1 ഇൻറ്റു ആ വാല്യൂ, 3 ഇൻറ്റു ഇവിടെ കിട്ടുന്ന എന്താണ് ഇവിടെ ഉള്ളത് അതിന്റെ 6% കിട്ടുന്ന വാല്യൂ. ഇനി ഇവിടെ കിട്ടുന്ന എന്താണോ വാല്യൂ അതിന്റെ 6% ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞ ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കോമ്പൗണ്ട് ടെസ്റ്റിന്റെ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് പാസ്കൽ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിപ്പിക്കുന്ന മെത്തേഡ്. അപ്പൊ അത് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ടെസ്റ്റ് മാത്രമാണെങ്കിൽ 4 ഇൻറ്റു പ്രിൻസിപ്പിളിന്റെ 6% അതായിരിക്കും ഇവിടെ വരുന്നത്. പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 1 1 1 1 അങ്ങനെ 4 യൂണിറ്റ്. ഇവിടെ എന്ത് വരും? 1 2 3 3 6 യൂണിറ്റ്. 6 യൂണിറ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ കിട്ടുന്ന എക്സ് ആണെങ്കിൽ ഈ എക്സിന്റെ 6% ആയിരിക്കും ഇവിടെ വരുന്നത്. പ്ലസ് ഇനി ഇവിടെ എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എം എന്ന് കൊടുക്കണം. എമ്മിന്റെ 6% ആയിരിക്കും. ഇനി ഇവിടെ കിട്ടുന്നത് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു ഇവിടെ ഇതിനെ ഞാൻ വൈ എന്ന് കൊടുക്കുകയാണ്. വൈയുടെ 6%. ഇങ്ങനെ ചെയ്യുന്ന ഈ വാല്യൂ ആയിരിക്കും ടോട്ടൽ കോമ്പൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോമ്പൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളുടെ സിമ്പിൾ ടെസ്റ്റിന്റെ ടോട്ടൽ വാല്യൂ. ഇനി അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും നോക്കേ. ഇവിടെ 15,000 രൂപയാണ് ആദ്യത്തെ ആളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മറ്റേ ആള് 20,000 രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കേ, 15,000 രൂപ നമുക്ക് ഉണ്ട്. ഓക്കെ, 20% റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്ര വർഷം? 3 വർഷമാണ്. 3 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എടുത്താൽ ഇപ്പൊ ടോട്ടൽ കോമ്പൗണ്ടേഴ്സ് എന്ത് വരും? ഇവിടുത്തെ ഈ 3 യൂണിറ്റ് 3 ഇൻറ്റു ഇവിടെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. ടോട്ടൽ കോമ്പൗണ്ടേഴ്സ് ആണ് 3 ഇൻറ്റു 1500 അല്ല, ഇതിന്റെ 15,000ന്റെ 20% എത്രയാണ്? 3000. 3 ഇൻറ്റു 3000 അധികം. പിന്നെ അടുത്ത യൂണിറ്റ് എത്ര? 2 2 1 3 3 ഇൻറ്റു ഇതിന്റെ 5% 150.
അഞ്ചല്ലോ 20%. സോറി എത്ര ശതമാനമാണ്? 20%. ഇതിന്റെ 20%. എത്രയാണ്? 600 അധികം ഇനി അടുത്ത ഇത്രയും 1 1 1 1 2 3 വർഷത്തെ അടുത്ത ഈ ഒരു സ്ഥലം 1 ഇൻറ്റു ഇതിന്റെ 20% അല്ലെ 120. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി ഇങ്ങനത്തെ പാസ്കൽ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഒന്നുകൂടെ ഞാൻ പാസ്കൽ മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അടുത്ത ഇനി മനീഷിന് കിട്ടുന്ന എന്തായിരിക്കും? 20,000 രൂപയുടെ 30% വെച്ച് അത് 3 ഇൻറ്റു സെയിം ഇതൊക്കെ എത്രയും തന്നെയാണ് 3 ഇൻറ്റു 20,000ന്റെ 30%, അതായത് 6,000 അധികം അടുത്ത 3 ഇൻറ്റു ഇതിന്റെ 30%, 1,800 അല്ലെ 10% 600 1 ഇൻറ്റു ഇതിന്റെ 30% 540. ഓക്കെ, ഇത്രയും കൂട്ടി കിട്ടുമ്പോൾ ഉള്ള വാല്യൂ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? ഇത് 9,000 1,800 1,800 1,800 120 10,920. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 12,000 ഇത് 5,400 ഇവിടെ 540. 40 20 60-ലായിരിക്കും അവസാനിക്കുന്നത്. ഇതുമല്ല 60-ലായിരിക്കും അവസാനിക്കുന്നത്. പിന്നെ എന്ത് പറയാം? അങ്ങ് എഴുതാം നമുക്ക് 60 9 89 130 143 148 860 അവസാനിക്കും. നിങ്ങളുടെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി മാത്രമേ. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. ഇത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 20% വെച്ച് 3 വട്ടം സക്സസീവ് ആകുമ്പോൾ നമുക്ക് ഒരു സാധനത്തെ 20% കൂടുന്ന പറഞ്ഞാൽ എത്രയാണ്? 1.2 കൊണ്ട് മൾട്ടിപ്ലൈ. അതിന്റെ ക്യൂബാണ്. അതായത് 1000 ആ സാധനം എന്താവും? അതിന്റെ 1.728 ടൈംസ് ആവും. അതായത് എത്ര ശതമാനം? 72.8% ഇൻക്രീസ് ആവും. ഇത് പെർസെന്റേജ് കുറച്ച് അറിയാവുന്നവർക്ക്, നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. 72.8% ആയിരിക്കും ഇൻട്രസ്റ്റ്. അതായത് ഇതിന്റെ 72.8% കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ 1% 150. 150 ഇൻറ്റു 72.8 അല്ലെങ്കിൽ 15 ഗുണം 728. ഇതായിരിക്കും ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ്. അധികം അടുത്ത ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് അറിയണം. ഇനി 30% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തെ 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. ഒരു സാധനം 130% ആവും എന്ന് പറഞ്ഞു. അപ്പൊ അത് പെർസെന്റേജ് നന്നായിട്ട് അറിയാവുന്നവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 1 മണിക്കൂർ അതിന് വേണ്ടി പോകും. ഇതൊക്കെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേ ഇൻറ്റു 1.3 ക്യൂബ് ആയിരിക്കും ടോട്ടൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പം 1.3 ക്യൂബ് 2.197. ഓക്കെ, 2197 13 ക്യൂബ് 2.2197. അപ്പൊ എത്ര ആയിരിക്കും കൂടി? ഒന്നിനേക്കായും 1.197 എന്ന് പറഞ്ഞാൽ 119.7% ആയിരിക്കും അവിടെ ഇൻട്രസ്റ്റ് വരും. അപ്പൊ ഈ 20,000 രൂപയുടെ 119.7 കണ്ടുപിടിക്കണം. അതായത് 20,000 രൂപയുടെ 1% 200 ആണ് അല്ലെ? 1% 200 ആണ്. 200 ഗുണം 119.7 അല്ലെങ്കിൽ 20 ഇൻറ്റു 119.7. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടി സം അപ്ലൈ ചെയ്ത് നോക്കാം. ടി സം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 8 8 8 6 48 48ന് 12 48 12 3 ഇവിടെ 9 9 3 9 നമ്മുടെ ടി സം 3 ആയിരിക്കും. ഇത് 3 ആണോ വരുന്നത്? 12 ചിലപ്പോൾ 3 ചാൻസ് ഉണ്ട്. 14 3 17 ഇതല്ല. 4 10 18 24 ഇത് 6 ആണ്. ഇതല്ല. 9 വേണ്ട. 10 2 12 ഇവിടെ 3 ആണ്. ഇവിടെ 7 15 6 21 ഇവിടെ 3 ആണ്. രണ്ട് ഓപ്ഷനിൽ നമ്മൾക്ക് എന്ത് വന്നു? ഡൗട്ട് വന്നു. ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. കോമൺ ആയിട്ടുള്ള വല്ലയിടത്ത് എന്ത് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് സ്പീഡിൽ എന്ത് ചെയ്യാം ചെയ്യും. നിങ്ങളുടെ ഒരു എന്താണ് പറയുന്നത് കാൽക്കുലേഷൻ സ്കില്ലൊക്കെ അനുസരിച്ച് ഇവിടെ ഇനി നമുക്ക് വേണമെങ്കിൽ 5 കോമൺ എടുക്കാം. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 15 8 120 അങ്ങനെ ചെയ്യേണ്ടി വരും. എന്നിട്ട് ലാസ്റ്റ് 60 അവസാനം. ഏത് വഴി ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ പാസ്കൽ മെത്തേഡ് വളരെ ഫാസ്റ്റ് ആണ്. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. എന്താ ഈസി ആയിട്ട് നിങ്ങൾക്ക് 3 ഇൻറ്റു ഇതിന്റെ 20 ഇത്രയും സ്റ്റെപ്പുകൾ വളരെ വേഗത്തിൽ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിവൈഡ് ഇത്രയും ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദ എമൗണ്ട് ദാറ്റ് എ റിസീവ്സ് ആഫ്റ്റർ 8 years. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ പേർക്ക് ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. 8 years is equal to എമൗണ്ട് ദാറ്റ് ബി റിസീവ്സ്. അപ്പൊ ഇതൊന്നും ചെയ്തിട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് അല്ല. ഒരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അതിന്റെ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 22 CGL ക്വസ്റ്റ്യൻ ആണ്. ഇതിലെല്ലാം നന്നായിട്ട് എപ്പോ ഇതേ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ആയി പോകും. എമൗണ്ട് ബി റിസീവ്സ് ആഫ്റ്റർ 10 years വിത്ത് കോമ്പൗണ്ടേഴ്സ് ബി കോമ്പൗണ്ട് ആനുവലി അറ്റ് റേറ്റ് ഓഫ് 10%. ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എ ബൈ ബി എന്ന് എഴുതി കഴിഞ്ഞ് 11 10 ആണ്. അപ്പോൾ 121 100 ആണ്.
8 വർഷം, കുറച്ച് സമയം കൊണ്ട് 8 വർഷം കൊണ്ട് എക്ക് കിട്ടുന്നത് ബിക്ക് 10 വർഷം കൊണ്ട് എടുത്തോളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് A/B 121. ഞാൻ എങ്ങനെ കിട്ടുന്നത് പറയാം, 100 എഴുതാം. 221 വാല്യൂ ആണ് തന്നിട്ടുള്ളത്, ഇൻറ്റു 3 ആണ്. നമുക്ക് ആരുടെ വാല്യൂ വേണ്ടത്? എല്ലാവരുടെയും വാല്യൂ വേണം. എയുടെ വാല്യൂ 363, ബിയുടെ വാല്യൂ 30. ഓപ്ഷൻ ഡി. ഇത്രയും സമയം ഈ ക്വസ്റ്റിന് എടുക്കാവും. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയുന്ന കാര്യം ഞാനൊന്ന് എന്റെ ബേസിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രേ പറയത്തുള്ളൂ. ഇങ്ങനെ പഠിച്ചിട്ട് ഇത്രയും സ്പീഡ് ചെയ്യുന്ന ഒരാളും നിങ്ങൾ ഇങ്ങനെ എത്ര എഴുതി എന്ന് പറഞ്ഞാലും, എത്ര എഴുതി അധികം ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്ന് പറയുന്ന എക്ക് എ എമൗണ്ട് ആണ് കിട്ടിയത്, ബിക്ക് ബി എമൗണ്ട് ആണ് കിട്ടിയത്. അപ്പൊ എയുടെ 8 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് R/100, 10%, 1/10 ആണ്. 1/10, 1/10 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 11/10. ഞാൻ കുറച്ച് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. ഇതേ റേഷ്യോ എത്ര വർഷം കഴിഞ്ഞ്? 8 വർഷം കൊണ്ട് കിട്ടുന്നതും ബിക്ക് 11/10 വെച്ച് 10 വർഷം കൊണ്ട് കിട്ടുന്ന എമൗണ്ട് ഈക്വൽ ആണെന്ന് പറയും. ഇവിടെ നമുക്ക് A/B നമുക്ക് എന്ത് എഴുതാം? 10/11 തന്നെ, 10/11 തന്നെ. A/m/A/n എന്ന് പറഞ്ഞാൽ A/m-n ആണ്. 11/10 10-8 രണ്ടെന്ന് കിട്ടും. A/B നമുക്ക് എന്ത് പറയാം? 121/100 എന്ന് എഴുതാം. എക്ക് 121 യൂണിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ബിക്ക് 100 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ സം 221 യൂണിറ്റ് ആണ്. ആ 221ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ. 221ന്റെ വാല്യൂ ആണ് 663.00 തന്നിട്ടുള്ളത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും വാല്യൂ ആണ്. 121 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതേഗുണം 300. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 300 ആണ്. 121 ഗുണം 300 363, 100 ഗുണം 300 30. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതേ കാര്യം ഇനി നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യണം. ഇനി ഇതേപോലത്തുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത്ര എഴുതേണ്ടി വരരുത്. ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ടി വരരുത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ എന്ത് ചെയ്യും? എമൗണ്ട് ഈക്വൽ ആവും എന്ന് പറയുവാണെങ്കിൽ ആ രണ്ടുപേരുടെ റേഷ്യോ എഴുതുക. A/B റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. റേറ്റ് 10%. ഇവിടെ നമ്മൾ 10% എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 11 ആവുകയാണ്. എന്താ ചെയ്യണ്ടേ? 10, 11 എഴുതാം. അപ്പൊ 10, 11 ആർക്കാണ് ചെറുത് ആർക്കാണ് വലുതെന്ന് അറിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി പറയാം. എത്രയാണ് ഇവരുടെ ഡിഫറൻസ് നോക്കുക? 8 വർഷവും 10 വർഷം, 2 വർഷമാണ് ഡിഫറൻസ്. നമ്മുടെ ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ സ്ക്വയർ ആയിരിക്കും. അതായത് 100ൽ നിന്നും 121 ആവുക. ഒരാളുടെ വാല്യൂ 121 യൂണിറ്റ്, ഒരാളുടെ വാല്യൂ 100 ആയിരിക്കും. ഇനി ക്യൂബ് 3 വർഷം വരുന്ന ഡിഫറൻസ് എങ്കിലും 8, 11 വരുന്നെങ്കിൽ ഇതിന്റെ ക്യൂബ് ചെയ്തത്. ഒരാൾക്ക് 100 1000 ആണെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ 1331. അപ്പോ ഇനി ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്? ആർക്കാണ് 121, ആർക്കാണ് 100 എന്ന് വേണ്ടേ? ഇവിടെ നോക്ക്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എക്ക് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അത് 8 വർഷം കൊണ്ട് ഒരു എമൗണ്ടിലോട്ട് എത്തി. ബിക്ക് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അത് 10 വർഷം കൊണ്ടാണ് ആ സെയിം എമൗണ്ടിലോട്ട് എത്തിയത്. അപ്പോ രണ്ടുപേർക്കും ഒരേ എമൗണ്ട് അല്ല, പക്ഷെ അവസാനം എത്തിയത് ഒരേ എമൗണ്ടിലോട്ടാണ്. എ 8 വർഷം എടുത്തോളൂ ആ ഒരു എമൗണ്ടിലോട്ട് എത്താൻ. ബിക്ക് 10 വർഷം വേണ്ടി വന്നു എന്ത് ചെയ്യാൻ? ആ ഒരു എമൗണ്ടിലോട്ട് എത്താൻ. അതായത് എ ആണ് കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തത്? ആ ഒരു എമൗണ്ടിലോട്ട് എത്തിയത്. ബിക്ക് കൂടുതൽ സമയം എടുത്തു. എ കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു സെയിം എമൗണ്ടിലോട്ട് എത്തണമെങ്കിൽ എയുടെ കയ്യിൽ ഇനിഷ്യലി കൂടുതൽ പൈസ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് സമയം കൊണ്ട് എക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? സെയിം റേറ്റിൽ ആ ഒരു സെയിം എമൗണ്ടിലോട്ട് എത്താൻ പറ്റിയത്. ഇതാണ് കൺസെപ്റ്റ്. വേണമെങ്കിൽ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്ത് കേട്ടോളൂ. അപ്പൊ എക്കായിരിക്കും എന്തെന്ന് പറയുന്നത്? കൂടുതൽ പൈസ. അതുകൊണ്ടാണ് കുറച്ച് സമയത്ത് എന്ത് ചെയ്തത്? ആ ഒരു എമൗണ്ട് സെറ്റ് ആക്കിയത്. അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് ഒരു സ്റ്റെപ്പ് എഴുതിയാൽ പോരെ, ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാഠം എന്താണ്, ചുമ്മാ സമയം കളയുന്ന എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ച്. പക്ഷെ ഇത് ഒരു 2, 3, ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഇതേ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത്ര സ്പീഡിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. A/B ഇത് കാണുമ്പോൾ തന്നെ ഇത് ആ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ സ്ക്വയർ ആക്കി 121 100. ഇനി എന്ത് വേണ്ട? പേന വേണ്ട. 121ന്റെ വാല്യൂ ആണ് ഇത്. 3 കഴിഞ്ഞിട്ട് ഇൻറ്റു 3 കഴിഞ്ഞിട്ട് 2 പൂജ്യമാണ്. 300 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. 121 പറഞ്ഞാൽ 121 ഗുണം 3 363 എയുടെ വാല്യൂവിൽ കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഡി ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. അപ്പൊ ഇനി ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടില്ല, അപ്പൊ അടുത്ത CGL വരുവാണ്, ആദ്യം അവിടെ പോയി ക്ലാസ് പഠിക്കുവാണ്. ഈ ക്വസ്റ്റ്യനോട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് എന്ത് ചെയ്യും? യൂസ് ചെയ്യാൻ പറ്റും. ഇത് റെയിൽവേക്കും ഇതേ സാധനം തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് വേണമെന്നുള്ളൊരു CGLന്റെ ക്ലാസ് ഒന്നോ CHSന്റെ ക്ലാസ് ഒന്നോ നോക്കത്തില്ല. എല്ലാ ക്ലാസ്സിലും കണ്ട് ഇതിന്റെ മെത്തേഡ്സ്, ഈ മെത്തേഡ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എക്സാം ക്ലിയർ ആവാൻ സെറ്റ് ആകും. അടുത്ത ദിവസം നോക്കി. അതുൽ ബോറോഡ് സം ഓഫ് ഇത്രയും രൂപ ആൻഡ് അഗ്രീഡ് ടു റീപേ ഇറ്റ് ബൈ പേയിങ് 4500 അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ആൻഡ് 9240 അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് കോമ്പൗണ്ട്? അപ്പൊ ഇത് കുറച്ച് വൈറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേറ്റീവ് ആയി പോകും. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ബൈ ഓപ്ഷൻ ആണ്. ഓപ്ഷൻ വഴി ചെയ്യും. 10% ഓപ്ഷൻ ആണ് ഇൻട്രസ്റ്റ് വെച്ചു. 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനിഷ്യലി 10 ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ലാസ്റ്റിൽ നമ്മൾ 11 കൊടുക്കണം. 10 ആണെങ്കിൽ 11 കൊടുക്കണം.
ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് 10 യൂണിറ്റ് ഉള്ളെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ ലാസ്റ്റിൽ നമ്മൾ 11 യൂണിറ്റ് കൊടുക്കണം. റേഷ്യോ 10:11. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ബാക്കിൽ നിന്ന് പോകണം, അവസാനത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് പോകണം. സെക്കൻഡ് ഇയറിൽ എന്ത് ചെയ്തു? 9240 രൂപ അടച്ചു. ഈ 9240 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 13 - 2 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം 10% ഇൻട്രസ്റ്റ്. നോക്കാം, 11ന്റെ വാല്യൂ ആണ് ഇത്, നമുക്ക് 10ന്റെ വാല്യൂ ആണ്. 10ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 9240 സെക്കൻഡ് ഇയറിൽ അടച്ചു. ഇത് 11ന്റെ വാല്യൂ ആണ്. എത്ര കൊണ്ടാണ് വിളിച്ചേക്കുന്നത്? 8, 11 × 8, ബാക്കി 44, 4, 840. 10ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 8400. അപ്പൊ ഫസ്റ്റ് ഇയറിൽ 8400 രൂപയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ നമ്മൾ 9240 എമൗണ്ട് ആയിട്ട് അടക്കേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നു 4800 ഫസ്റ്റ് ഇയറിലും കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എത്ര? 8400 മാത്രമല്ല കൊടുക്കേണ്ടിരുന്നത്, 4800 കൂടെ കൊടുത്തു. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്ത് വേണം? എമൗണ്ട് വരും. അപ്പൊ എത്ര കിട്ടും? ഇത് 132.00. ഇനി ഇതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇതിന് റേഷ്യോ എന്താണ്? 10:11. അപ്പൊ 11ന്റെ വാല്യൂ ആണ് 132.00. കാര്യം ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും റേഷ്യോ ഇത് തന്നെയാണ് എമൗണ്ടിന്റെ. അപ്പൊ 11 × 12 ആണ് 132. 10 × 12 ഇവിടെയും വരും. അതായത് 12.020. 12,000 നമുക്ക് ഇനിഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് വരും. അതേ എമൗണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ആ ഒരു ഐഡിയ പോയത്? ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ്. അപ്പൊ എത്രയും വേഗത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ ഇത് അടുത്തൊരു സെയിം നമ്മൾ ഇന്ന് ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. എയും ബിയും ടുഗദർ ബോറോഡ് ഇത്രയാണ്, 7% ഇൻട്രസ്റ്റ് ആണ്. Such a way that settle the loan. A paid as much as amount after 3 years, as paid by B after 4 years from the day of borrowing. The sum borrowed by A. ഇപ്പൊ നമ്മൾ ചെയ്തില്ല ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ സെയിം ഡിറ്റോ കോൺസെപ്റ്റ്. ഇത്രയും രൂപയാണ് ടോട്ടൽ ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് 7% 7% ഇൻട്രസ്റ്റ് ആകുമ്പോൾ 100 വാങ്ങിയാൽ 107 കൊടുക്കണം. ഇവരുടെ ഡിഫറൻസ് 3 ഇയേഴ്സും 4 ഇയേഴ്സും. ഇപ്പൊ പവർ 1 ആണ് വരുന്നത്, പ്രശ്നമില്ല. 100 107 ആണ്. ആർക്കാണ് 100? ആർക്കാണ് 107? A paid as much as amount 3 years, as paid by B after 4 years. അപ്പൊ എ 3 വർഷം കൊണ്ട് എന്ത് ചെയ്തു? സെയിം എമൗണ്ടിലോട്ട് എത്തി. എക്ക് കുറച്ച് സമയം എടുത്തോളൂ. അതായത് എയുടെ കയ്യിലുള്ള വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എക്ക് 107, ബിക്ക് 100 ആണ്. ടോട്ടൽ 107 100 207ന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 51.75. 207ന്റെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ 107 ആണ്. 207ന്റെ വാല്യൂ ഉണ്ട്, 107. ഡയറക്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. 207ന്റെ വാല്യൂ ആണ് 51,750. നമുക്ക് 107ന്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാൽക്കുലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ 0 എന്തായാലും കാണും. 7×5 = 35. 5 അവസാനിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? താഴെ ഈ 0 വെട്ടാൻ വേണ്ടി 207 ആരുമില്ല, 2 ഇല്ല, 5 ഇല്ല. അപ്പൊ ഈ 0 എന്ത് ചെയ്യും? നമ്മുടെ ആൻസറിനകത്ത് കിടക്കും. എന്തായാലും ഈ 0 അവിടെ ഉണ്ട്. 0 ഉണ്ട്, എല്ലാത്തിനകത്ത് 0 ഉണ്ട്. ഇനി അടുത്ത ഡിജിറ്റ് നോക്കാം. 7×5 = 35. 5 ഇവിടെ വരുന്നത്. അപ്പൊ 7 എന്തോ കൊണ്ട് ഗുണിച്ചാൽ 0 എന്തായാലും വരും. അടുത്ത നമ്പർ 7 എന്തുകൊണ്ട് ഗുണിച്ചാൽ 5 വരും. എന്നാലും 7 × 5 5 വന്നു പറ്റും. ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ പിന്നെയും 2 0 വരേണ്ടത്. ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ 7 6 42. 2 0 അവസാനിക്കേണ്ട. ഇവിടെ 2 ആയിരുന്നെങ്കിൽ ഇവിടെ 6 കൊടുക്കായിരുന്നു. ഇത് 2 ഏതാണ് ആൻസർ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഡിഡി സം അപ്ലൈ ചെയ്യാം. ഡിഡി സമ്മിന് എന്ത് ചെയ്യണം? 9 വെച്ച് വെട്ടിക്കളേണ്ടി വരും. 9 വെച്ച് വെട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമ്മൾ 9ന്റെ മൾട്ടിപ്പിൾ. കാര്യം അടിയിൽ 9 വരുന്നത്. 9 വെച്ച് കിട്ടുമ്പോൾ എന്ത് വരും? 2 18. ഡിഡി സമ്മിന്റെ ക്ലാസ്സിലും കേൾക്കും 23. ഇവിടെ 9 വെച്ച് കിട്ടുമ്പോൾ 5 45. 67 9 7 61 45 5. അപ്പൊ ആ ഡിഡി സം നോക്കാം. 5 5 2 കൊണ്ട് ഗുണിക്കണം. 8 2 16 7 12 5 17 8 8 56 11 2. ഡിഡി സം 2 വരും. നമ്മൾ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഇത് 7 13 5 18 ഇതല്ല. അപ്പൊ ഇതായിരിക്കും ആൻസർ. 8 15 5 20 2. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടി ആയാലും ആൻസർ കണ്ടുപിടിക്കാം. ഡിഡി സം എന്താണെന്ന് അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡിഡി സമ്മിന്റെ ക്ലാസ്സും ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. കൺസെപ്റ്റ് ക്ലിയർ ആയി. A/B എങ്ങനെയാണ് 107/100 വന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ അത്രയധികം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ടെസ്റ്റും കോമ്പൗണ്ട് ടെസ്റ്റും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് എല്ലാ ചാപ്റ്റേഴ്സ് ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തരും. വീക്ക്ലി നമുക്ക് 3 ഡേയ്സ് നമ്മൾ ക്ലാസ്സുകൾ കാണും. ഇതേപോലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഏകദേശം ഇത് കഴിയുമ്പോഴത്തേക്കും 300-ൽ പരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുക. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണിത്. നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും അത് ഫുള്ളായിട്ട് കാണുക. മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമന്റ് പറയുക. നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്.